ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒരു ബിസിനസ് ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാകുക നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ആയിരിക്കും അല്ലെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ കമ്പനിയുടെ മാസ്റ്റർ പ്ലാൻ ആണ് ഇവിടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന്റെ മാസ്റ്റർ സെറമണി കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് എന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. സോ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് ശ്രുതി എന്നാണ്. സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവാണ്. ഇന്ന് നമ്മുടെ കമ്പനിയുടെ പ്രസ്റ്റീജ് റാങ്കായ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു സാധാരണ ഒരു ഹൗസ് വൈഫ് എന്ന രീതിയിൽ മുൻപോട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു അവസരത്തെ കുറിച്ച് ഞാൻ അറിയുന്നതും അത് ഏറ്റെടുക്കുന്നതും. ഇന്ന് നമ്മുടെ കമ്പനിയുടെ DSM റാങ്കിൽ വർക്ക് ചെയ്യുന്ന ഷംസാ സാറിലൂടെയാണ് ഈ ഒരു അവസരത്തെ കുറിച്ച് ഞാൻ കേൾക്കുന്നതും ഈ ഒരു കൺസെപ്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നതും. അപ്പോ ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് അഭിമാനമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാകാനായിട്ട് സാധിച്ചതിൽ. കാരണം വീട്ടിലിരുന്നു കൊണ്ട് ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന കമ്പനിയുടെ പ്രസ്റ്റീജ് റാങ്കിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിജികാർട്ട് എന്ന് പറയുന്നത് ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. അതോടൊപ്പം ഡയറക്ട് സെല്ലിങ്ങും നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു അവസരം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും കമ്പനിയുടെ മാസ്റ്റർ പ്ലാനും ഇൻകം പ്ലാനും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയുടെ മാസ്റ്റർ പ്ലാനിലേക്ക് കടക്കാം. നമുക്കായിട്ട് ഇന്ന് കമ്പനിയുടെ പ്ലാൻ അവതരിപ്പിക്കുന്നതിന് ഒരു ഗ്രേറ്റ് ലീഡർ ഇവിടെ അവൈലബിൾ ആണ്. പേര് ഷംല മാഡം. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ സ്വദേശിനിയാണ്. നേവൽ കമ്പനിയുടെ 3ാമത്തെ റാങ്കായ സെയിൽസ് മാനേജർ റാങ്കിൽ നിന്നുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാമിനെ വളരെ സ്നേഹത്തോടു കൂടി കമ്പനിയുടെ പ്ലാൻ പ്രസന്റ് ചെയ്യുന്നതിനായിട്ട് സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം ഷംല മാം, വെൽക്കം ടു ദി സ്ക്രീൻ. താങ്ക് യു ശ്രുതി മാം. മാമിനെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തി. ഞാൻ ഓക്കെ ആണല്ലോ അല്ലേ മാഡം? എങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷംല. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ സ്വദേശിനിയാണ്. ഞാനിപ്പോ കമ്പനിയിലെ സെയിൽസ് മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ കാലഘട്ടത്തിന്റെ ബിസിനസ് ആയിട്ടുള്ള ഒരു fijicar.com-നെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടായിരിക്കാം ഈ മീറ്റിംഗിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരായിരിക്കാം ചിലപ്പോൾ ഈ സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുന്നവര്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന് പുറമെ പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയെ യാതൊരു വിധത്തിൽ അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളത് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഞാൻ ആ ഒരു കൺസെപ്റ്റിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ദൗത്യം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയറിംഗ്. ഓക്കെ അല്ലേ മാഡം? ശ്രുതി മാം, എന്റെ സ്ക്രീൻ ഓക്കെ അല്ലേ മാം? ഓക്കെയാണ് മാഡം, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പരിചിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഫിജിറ്റൽ. ഇത് ആദ്യമായി അവതരിപ്പിച്ചത് fijicar.com ആണ്. ഫിസിക്കലായും ഡിജിറ്റലായും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം. അതോടൊപ്പം ഡയറക്ട് സെല്ലിങ്ങും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പുതിയൊരു കൺസെപ്റ്റ് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അതാണ് fijicar.com. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. ടെക്നോളജി ചേഞ്ചസ്. പ്രൊഫസർ ലിയോൺ സി മെജിൻസന്റെ ഒരു കോട്ട് ഇവിടെ കാണാം. ഇറ്റ് ഈസ് നോട്ട് സ്ട്രോങ്ങസ്റ്റ് ഓർ മോസ്റ്റ് ഇന്റലിജന്റ് who will survive but those who can best manage change. ഏറ്റവും ശക്തനായവനോ ബുദ്ധിയുള്ളവനോ അല്ല, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നവനാണ് വിജയിക്കുന്നത് എന്നാണ് ഈ കോട്ടിൽ പറയുന്നത്.
ഒരു സാധാരണ ഒരു ലാൻഡ് ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്കും അതുപോലെ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് ഓൺലൈൻ ബിസിനസ്സിലേക്കുമുള്ള ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇതുപോലെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ് ഫിജിക്കാർട്ട്.com എന്ന നമ്മുടെ കമ്പനി. വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന 4 ഇൻഡസ്ട്രീസിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഫിജിക്കാർട്ട്.com വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇ-കൊമേഴ്സ്, ഡയറക്ട് സെല്ലിംഗ്, റെഫറൽ മാർക്കറ്റിംഗ്, ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇ-കൊമേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനും സെല് ചെയ്യാനും കഴിയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ഇ-കൊമേഴ്സ് കമ്പനി എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ്, മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റ് ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ആയി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു വിപണന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നത്. റഫറൽ മാർക്കറ്റിംഗ്, ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പാഠ്യവിഷയമായി തിരഞ്ഞെടുക്കുന്ന ഈ ഒരു മേഖല വരും തലമുറകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നെല്ലാം ഇതിനെ അറിയപ്പെടുന്നു. ഹെൽത്ത് ആൻഡ് വെൽനസ്, നെക്സ്റ്റ് $1 ട്രില്യൺ ബിസിനസ് ഏതാണെന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹെൽത്ത് ആൻഡ് വെൽനസ് എന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കഴിക്കുന്ന ഫുഡിന്റെ ന്യൂട്രിയൻസ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ തിരക്ക് പിടിച്ചൊരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ നമ്മൾ എല്ലാവരും അശ്രദ്ധരാണ്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പോലെയുള്ള ഫുഡ് സപ്ലിമെന്റ്സ് നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു. ഇതുപോലെ വളരെ ഫാസ്റ്റ് ആയി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 ഇൻഡസ്ട്രീസിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. ഇ-കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ, ഇതൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണെന്ന് പറയുമ്പോൾ ഇ-കൊമേഴ്സ് രംഗത്ത് ചില കണക്കുകളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. 2009 $390 കോടി റവന്യൂ ആണ് ഉണ്ടായതെങ്കിൽ 2016 ഇത് $3800 കോടി ആയി വർദ്ധിച്ചു. 2026 ആകുമ്പോഴേക്കും ഇത് $20,000 കോടി ആയി ഉയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിച്ചിരുന്നത്. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഫേസ്ബുക്ക്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഈ ഒരു ശ്രേണിയിലേക്ക് തന്നെയാണ് നമ്മുടെ ഫിജിക്കാർട്ട്.com മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഭൂമി, ഒരുപാട് ലോകരാഷ്ട്രങ്ങളും അവിടുത്തെ ജനസംഖ്യയും ഡയറക്ട് സെല്ലിംഗ് രംഗത്തുണ്ടായ ടേൺ ഓവറുമാണ് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. USA പോലെയുള്ള 33 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് 3,37,810 കോടിയുടെ ടേൺ ഓവർ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എന്നാൽ ഏറ്റവും താഴെ നമുക്ക് മലേഷ്യ കാണാം. മലേഷ്യയില് വെറും 3 കോടി ജനസംഖ്യയാണുള്ളത്. ഒരു രാജ്യത്തെ ടേൺ ഓവർ നോക്കണമെങ്കിൽ 30,550 കോടിയാണ്. എന്നാൽ നമ്മുടെ ഏറ്റവും ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യ 140 കോടിയിലധികം ജനസംഖ്യയുള്ള നമ്മുടെ ഇന്ത്യയിൽ 19,000 കോടി ടേൺ ഓവർ മാത്രമാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ ഒരു രംഗത്ത് വലിയൊരു ബൂമിംഗ് ആണ് ഉണ്ടാവാനായിട്ട് പോകുന്നത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ നമ്മളോട് സൂചിപ്പിക്കുന്നത്. 2025 ആകുമ്പോഴേക്കും ഇത് 64,500 കോടിയുടെ ടേൺ ഓവർ ആകുമെന്നും 58 ലക്ഷം ജനങ്ങൾ ഈ മേഖലയുമായി അസോസിയേറ്റ് ചെയ്യുമെന്നും ഇതിൽ 53% സ്ത്രീജനങ്ങളായിരിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നൗ എ സിലബസ് സെറ്റ്, ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു സിലബസ് ആയി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പ്രധാനപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ പേരാണ് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അണ്ണ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ എക്സെട്ര. ലീഗൽ സർട്ടിഫിക്കറ്റ്സ്, നമ്മുടെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് എന്നിവയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് ഓരോ രാജ്യത്തും പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആവശ്യമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിയമത്തിനനുസരിച്ചുള്ള സ്റ്റേറ്റ് ഗൈഡ് ലൈൻസും നമുക്കിവിടെ കാണാൻ പറ്റും. ന്യൂസ് റിപ്പോർട്ട്സ്, ഫിജിക്കാർട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് പ്രമുഖ പത്രമാധ്യമങ്ങളിൽ വന്ന ന്യൂസ് റിപ്പോർട്ട്സ് ആണ് ഇവിടെ കാണുന്നത്. മലയാള മനോരമ, ദേശാഭിമാനി, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ പത്രങ്ങളിലുള്ള ന്യൂസ് ക്ലിപ്സുകളും ഇവിടെ കാണാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 100 കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒഫീഷ്യൽ പ്രോഗ്രാം ഇൻ ദുബായ്, 2018 ഫെബ്രുവരി 23 ദുബായിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിന്റെ ഫോട്ടോയാണിത്. നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആയിട്ടുള്ള ന്യൂട്രിചാർജിന്റെ ലോഞ്ചിങ് സമയത്ത് എടുത്ത പിക്ചർ ആണിത്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ സാനിയ മിർസയാണ്.
നമ്മുടെ കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ക്ലിപ്സ് ആണിത്. 2018 ജൂലൈ 8 അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. അന്നത്തെ ഭക്ഷ്യസുരക്ഷാ മന്ത്രിയായിരുന്ന പി തിലോത്തമൻ സാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. തെന്നിന്ത്യൻ താരം തമന്ന പാട്ടിയായിരുന്നു ചീഫ് ഗസ്റ്റ്. ഒപ്പം നമ്മുടെ ടീം മാനേജ്മെന്റിനെയും കാണാൻ കഴിയുന്നുണ്ട്. ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. എന്നാൽ ടെറിട്ടറി എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് നേപ്പാള്, മലേഷ്യ, USA എന്നീ രാജ്യങ്ങളിലേക്കാണ് കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാനേജ്മെന്റ്. നമുക്കിനി നമ്മുടെ മാനേജ്മെന്റിനെ പരിചയപ്പെടാം. 160 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് നമ്മുടെ കമ്പനിയുടെയും ചെയർമാൻ. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളുടെ ഓണറായ അദ്ദേഹം ഒരു ചാരിറ്റി പ്രവർത്തകനും സെലിബ്രിറ്റി ബിസിനസ്മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. തികഞ്ഞൊരു മനുഷ്യസ്നേഹി കൂടിയായ അദ്ദേഹമാണ് നമ്മുടെ ചെയർമാൻ എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കമ്പനിയുടെ വിഷനും മിഷനും ആണ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. അതായത് വ്യക്തമായിട്ടുള്ള ഒരു വിഷനോടും മിഷനോടും കൂടി തന്നെയാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് ഇ-കൊമേഴ്സ് രംഗത്ത് ഒരു ബെസ്റ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകുക എന്നതാണ് നമ്മുടെ കമ്പനിയുടെ വിഷനെങ്കിൽ അതുവഴി ഒരു സാമ്പത്തിക നേട്ടത്തിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുക എന്നതാണ് കമ്പനിയുടെ മിഷൻ. അവർ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷമായിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. തൃശൂർ നെല്ലായിൽ 32,000 സ്ക്വയർ ഫീറ്റിൽ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഒരു 3D ചിത്രമാണ് നമുക്കിവിടെ മുകളിലായിട്ട് കാണുന്നത്. കൂടാതെ നമ്മുടെ ഹെഡ് ഓഫീസ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ലോജിസ്റ്റിക് വെഹിക്കിൾസ് എന്നിവയുടെ ചിത്രങ്ങളും ഇതിനോടൊപ്പം തന്നെ കാണാം. ഫിജി സ്റ്റോൾസ് ഫിസിക്കലായും ഡിജിറ്റലായും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത് കൂടാതെ ഫിസിക്കലായി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഫിജി സൂപ്പർ സ്റ്റോഴ്സ്, എക്സ്പ്രസ് സ്റ്റോഴ്സ് എന്നിവയുടെ പിക്ചേഴ്സ് നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ കാണാം. ഫിജി ബ്രാൻഡ്സ്. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ഓൺ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കുമ്പോൾ 500-ലധികം ഓൺ പ്രോഡക്ട്സ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അതായത് ആര്യസൂത്ത, ഫിജി ഗ്രീൻ, അതുപോലെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഫിജി ബ്രാൻഡ്സ് ആയിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പോപ്പുലർ ബ്രാൻഡ്സ്. ഒരുപാട് പോപ്പുലർ ബ്രാൻഡ്സ് നമ്മുടെ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡ്സ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള മിൽമ ആദ്യമായിട്ടാണ് ഓൺലൈൻ സൈറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഫിജിക്കാർട്ടുമായിട്ടാണ്. നമ്മുടെ കമ്പനിയുടെ വരും കാല ഗ്രോത്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ കമ്പനിയുമായിട്ട് അവര് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഹൗ ടു എൻ്റർ ദ പ്ലാറ്റ്ഫോം. ഇനിയിപ്പോ ഈ ഒരു കമ്പനിയിലേക്ക് എങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, അത്രയും ഡോക്യുമെന്റ്സ് തന്നെ നമുക്ക് ഇവിടെയും ആവശ്യമായിട്ട് വരുന്നുള്ളത്. അതായത് ആധാർ കാർഡ്, പാസ്പോർട്ട് പോലെയുള്ള KYC ഡോക്യുമെന്റ്സ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നിവ മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആവശ്യമായി വരുന്നുള്ളൂ. ആപ്ലിക്കേഷൻ ഫോം ആൻഡ് ഡയറക്ട് സെല്ലേഴ്സ് അഗ്രിമെന്റ്. ഇത് നമ്മുടെ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഫോമും ഡയറക്ട് സെല്ലേഴ്സ് അഗ്രിമെന്റുമാണ്. പ്രൊമോഷൻ. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് കമ്പനിയുടെ ബിസിനസ് അവസരത്തെയും പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓൺലൈനായും ഫിസിക്കലായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഓൺലൈനായി പ്രൊമോഷൻ ചെയ്യാൻ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയാസ് നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ ഫിസിക്കലായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ നേരിട്ട് തന്നെ നമുക്ക് അവരോട് പറഞ്ഞു കണ്ട് ഈ അവസരത്തെ കുറിച്ച് പരിചയപ്പെടുത്താനായിട്ട് കഴിയും. ട്രേഡ് വിത്ത് ടെക്നോളജി. ഇവിടെ ട്രഡീഷണൽ ബിസിനസ്സും ഇ-കൊമേഴ്സും ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ മാനുഫാക്ചർ ചെയ്ത ഒരു പ്രോഡക്റ്റ് ഉപഭോക്താക്കളിൽ എത്തണമെങ്കിൽ ഒരുപാട് ഇടനിലക്കാരുടെ കൈകളിലൂടെ പാസ് ചെയ്തിട്ട് വേണം. അപ്പോൾ 60% മുതൽ 80% വരെ ലാഭം പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും എല്ലാം കൊടുക്കേണ്ടി വരും. ഇവിടെ ഉണ്ടാക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും ഒരു ലാഭവും ഇല്ലാതെയാണ് ട്രഡീഷണൽ ബിസിനസ് നടക്കുന്നത്. ഇ-കൊമേഴ്സ് കമ്പനിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വെണ്ടറിന്റെ സഹായത്തോടെ ഒരുപാട് പ്രോഡക്റ്റ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ലാഭവും ഇ-കൊമേഴ്സ് ഓണർമാർക്കാണ് കിട്ടുന്നത്. എന്നാൽ ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സിൽ ഡയറക്ട് സെല്ലിങ്ങും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 42% ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള നമുക്ക് തന്നെയാണ് തിരിച്ചു കിട്ടുന്നത് എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത.
അപ്പോൾ ഒരുപാട് സാധാരണക്കാർക്ക് വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ ഫിജിക്കാർട്ട് പ്ലാറ്റ്ഫോം സഹായിക്കുന്നു എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ. കമ്പനിയുടെ 42% ലാഭം നമുക്ക് തന്നെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത് അത് ഏത് തരത്തിലൊക്കെയാണ്, ഏത് തരത്തിലാണ് നമുക്ക് കമ്പനി ആ ഒരു ലാഭം വീതിച്ചു തരുന്നത്. അതായത് റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഇത് ഓരോന്നും നമുക്ക് വളരെ വ്യക്തമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. റീറ്റെയിൽ പ്രോഫിറ്റ്. റീറ്റെയിൽ പ്രോഫിറ്റ് എന്താണ് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഫിസിക്കൽ സ്റ്റോർ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു പ്രോഡക്റ്റ് വിറ്റ് പോകുമ്പോഴും അതിന്റെ പ്രോഫിറ്റ് കടയുടമയ്ക്ക് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ ഒരു ഓൺലൈൻ സ്റ്റോർ രജിസ്റ്റർ ചെയ്ത് തരാണ്. ആ സ്റ്റോറിൽ നിന്ന് എന്ത് സാധനങ്ങൾ വിറ്റാലും വാങ്ങിയാലും ആ പ്രോഡക്റ്റിന്റെ ബേസിൽ നമുക്ക് നമ്മളായിട്ടുള്ള ഒരു ലാഭം, നമുക്ക് ആ ഒരു സ്റ്റോർ ഓണർ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ലാഭത്തെയാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, പേര് പോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഇൻകമാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. നമുക്ക് കിട്ടുന്ന ഡിജിറ്റൽ സ്റ്റോറിനെ ഫ്രാഞ്ചൈസികളായി മറ്റുള്ളവരിലേക്ക് റെഫർ ചെയ്ത് നമ്മുടെ സ്റ്റോറിനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2 വിങ്ങുകളിലായി നമ്മൾ റെഫർ ചെയ്യുന്ന ഓരോ സ്റ്റോറുകളിൽ നടക്കുന്ന ബിസിനസിന്റെ സെയിൽസ് വോളിയത്തിനനുസരിച്ചുള്ള എമൗണ്ട് പ്രോഫിറ്റ് ആയി നമുക്ക് കിട്ടുന്നു. ഇങ്ങനെ 2000 മുതൽ 30,000 രൂപ വരെ ഒരു ദിവസം നേടാൻ കഴിയുന്ന ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ആണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്നത്. ഒരു മാസം അപ്പോ 9 ലക്ഷം രൂപ വരെ ബിസിനസ് എക്സ്പാൻഷൻ ബോണസിലൂടെ നമുക്ക് നേടാൻ കഴിയും. ജനറേഷൻ ബോണസ്. അടുത്തതായിട്ട് ജനറേഷൻ ബോണസിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റോറുകൾ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റോറുകൾ നമ്മുടെ ഫസ്റ്റ് ജനറേഷനും അവയിലൂടെ കണക്ട് ചെയ്യുന്ന സ്റ്റോറുകൾ സെക്കൻഡ് ജനറേഷനും ആയിരിക്കും. അങ്ങനെ 9 ജനറേഷനുള്ള സ്റ്റോറുകളിൽ നടക്കുന്ന ബിസിനസ് വോളിയത്തിന്റെ 20% മുതൽ 50% പ്രോഫിറ്റ് മന്ത്ലി ബേസിൽ നമുക്ക് തന്നെ കിട്ടുന്നു. ഇതിനൊരു സീലിംഗ് ലിമിറ്റ് ഇല്ല എന്നുള്ളതും വളരെ മാജിക്കൽ ആയിട്ട് ഭാവിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ആണത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്. കമ്പനിയുടെ 3ാമത്തെ റാങ്കായ സെയിൽസ് മാനേജർ ആയിട്ടുള്ളവരുടെ ഫാമിലിയിലേക്ക് 4 പേർക്ക് 2 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിലൂടെ കമ്പനി നൽകുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. മന്ത്ലി പെർഫോമൻസ് ബോണസ്, പേര് പോലെ തന്നെ ഒരു മാസം വരുമാനം കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് ആണിത്. അതായത് നമ്മൾ ബിസിനസ് എക്സ്പാൻഡ് 2000 SP മാച്ചിങ് നടക്കുന്ന സമയത്ത് കമ്പനിയുടെ 3rd റാങ്കായ സെയിൽസ് മാനേജർ എന്ന റാങ്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ്. അന്ന് മുതൽ നമുക്കൊരു മന്ത്ലി പെർഫോമൻസ് ബോണസ് കിട്ടാനായിട്ട് എലിജിബിൾ ആവും. ആനുവൽ പ്രോഫിറ്റ്. നമ്മുടെ കമ്പനിക്ക് 13 റാങ്ക്സ് ആണുള്ളത്. ഇതില് 11, 12, 13 റാങ്കിലുള്ള ആളുകൾക്ക് കമ്പനിയുടെ ടോട്ടൽ ആനുവൽ പ്രോഫിറ്റിന്റെ 0.5%, 1%, 1.5% എന്നീ നിലകളിൽ അവർക്ക് ഒരു ഇൻകം പ്ലാൻ വീതിച്ചു കൊടുക്കുന്ന ഒരു ഇൻകം പ്ലാൻ ആണ് ഈ ഒരു ആനുവൽ പ്രോഫിറ്റ് എന്നത്. അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഇതൊന്നും കൂടാതെ കമ്പനിയുടെ ബെസ്റ്റ് പെർഫോമേഴ്സിന് കൃത്യമായി അവാർഡ്സും റിവാർഡ്സും നൽകുന്നുണ്ട്. അതായത് ഗിഫ്റ്റ് ആയിട്ട് കമ്പനി നൽകുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് റൈഡർ ഫണ്ട് നൽകുന്നുണ്ട് കമ്പനിയുടെ 6ാമത്തെ റാങ്കായ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തുമ്പോൾ കമ്പനി നൽകുന്ന ഒരു ഫണ്ടാണ് 50,000 രൂപയുടെ റൈഡർ ഫണ്ട്. കമ്പനിയുടെ 10ാമത്തെ റാങ്കായ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിൽ എത്തുമ്പോൾ കമ്പനി നൽകുന്നത് ഒരു 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ടാണ്. അടുത്തത് ഒരു ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പാണ്. ട്രിപ്പ് പോകാനായിട്ട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ നമുക്ക് ഒരു 10ാമത്തെ റാങ്ക് കഴിഞ്ഞ് ഒരു 11ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന പോസ്റ്റിൽ എത്തും. അപ്പൊ നമുക്കൊരു 10 ലക്ഷം രൂപയുടെ ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പിനുള്ള ഒരു വൗച്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ പോയി തന്നെ ആസ്വദിക്കണം. നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടില്ല. മറ്റുള്ള എല്ലാ അവാർഡ്സും നമുക്ക് ക്യാഷ് ആയിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് വരും. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും ആ ഒരു ക്യാഷ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇത് നമ്മൾ ഫാമിലി ട്രിപ്പ് കാരണം അത് പോയി തന്നെ ആസ്വദിക്കണം. പ്രീമിയം കാർ ഫണ്ട്. നാഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തുമ്പോൾ 12ാമത്തെ റാങ്ക് ആയിട്ടുള്ള നാഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 50 ലക്ഷത്തിന്റെ കാർ ഫണ്ടാണ്.
ഹാപ്പി ഹോം ഫണ്ട് എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ഇതാണല്ലേ, ഒരു ഭവനം, നല്ലൊരു സ്വപ്ന ഭവനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്കൊരു 13ാമത്തെ റാങ്കിൽ സെയിൽസ് നാഷണൽ സെയിൽസ് ടീം മാനേജർ ആവുമ്പോൾ 1 കോടിയുടെ വില്ല ഫണ്ടാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. റാങ്ക്സ് കമ്പനിക്ക് 13 റാങ്ക്സുകളാണ് ഉള്ളത്. അതിന്റെ ക്രൈറ്റീരിയകളാണ് ഇതില് കൊടുത്തിട്ടുള്ളത്. How can we achieve through Phygital Academy? നമ്മള് ഈ ഒരു പ്ലാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ, ബിസിനസ്സുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണെങ്കിലും പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് ഇത് സാധിക്കോ ഇല്ലയോ, ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് നൽകി നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്നതിനും ബിസിനസ് എങ്ങനെ ചെയ്യാമെന്ന രീതിയിലേക്ക് വളർത്താനുമുള്ള ഒരു ഫിജിറ്റൽ അക്കാദമി ഫ്രീ ഓഫ് കോസ്റ്റിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫിസിക്കലായും ഡിജിറ്റലായിട്ടുമുള്ള ഒരു റെഗുലർ അവയർനെസ് പ്രോഗ്രാമും, ഒപ്പം തന്നെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷന്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാനും അതിന്റെ ലൈസൻസ് കിട്ടുന്നതിനും സാധിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ്, റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് കർണാടക, റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് തമിഴ്നാട്, ലോജിസ്റ്റിക് ഡിവിഷൻസ് എന്നിവയുടെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മാസ്റ്റർ പ്ലാന്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം കേട്ടിട്ടൊന്നും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ ആരാണോ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി അവരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാം. അപ്പോ നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വെച്ച് നീട്ടുന്നത്. അത് അവഗണിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി അറിയുന്നവരോട് തന്നെ ചോദിച്ച്, മറ്റേ അറിയാത്തവരോട് ചോദിക്കാതെ അറിയുന്നവരോട് തന്നെ ചോദിച്ച് സംശയങ്ങളൊക്കെ തീർത്ത് ഈ ഒരു കമ്പനിയിലേക്ക് വരാം. നമുക്ക് കിട്ടുന്ന വരുമാനം ഒരിക്കലും തികയാറില്ല. ഒരുപാട് ചെലവുകളാണ്. നമ്മൾ മക്കളെ പഠിപ്പിക്കാനായാലും മറ്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനം ഒരിക്കലും തികയാറില്ല. അപ്പൊ നമുക്കൊരു പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ കിട്ടുന്ന ഒരു വരുമാനം. ഇപ്പൊ ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനിപ്പോ സെയിൽസ് മാനേജർ എന്ന റാങ്കിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത് ഇവിടെ ഇന്നിപ്പോ ഗസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഷംസ സാർ വഴിയാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. അപ്പോ സാറിന് കിട്ടി. സാർ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. സാർ അപ്പൊ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ട് സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റങ്ങളും സാറിന് കിട്ടിയിട്ടുള്ള ഒരു അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, മാനേജ്മെന്റ് ഒക്കെ മനസ്സിലാക്കി വന്ന് അപ്പൊ ഈ ഇതിനെ ഞാനൊരു നല്ല രീതിയിൽ വിശ്വസിച്ച് കയറി നിന്ന്. കാരണം ഞാൻ ആദ്യം എനിക്ക് ജോലിക്ക് പോവാൻ, പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കൺസെപ്റ്റിലേക്ക് കയറി നിന്നത്. അതിനു മുമ്പ് ഞാൻ 5 വർഷത്തോളം ഞാൻ വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എഡ്യൂക്കേഷൻ ആയാലും എനിക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പുറത്ത് പോയിട്ട് എനിക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റാത്തൊരു അവസ്ഥ വന്നു. എനിക്ക് 4 കുട്ടികളാണ്. അപ്പൊ അവരെ ഇട്ടുകണ്ടിട്ട് പുറത്തേക്ക് പോയി ജോലി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോഴാണ് ഞാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കിട്ടിയെങ്കിലോ എന്ന് ആശിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു കൺസെപ്റ്റ് എന്റെ കയ്യിലേക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ഒരു 3ാമത്തെ റാങ്കിൽ എത്തിയപ്പോൾ എനിക്ക് മാസം ഒരു 10-22,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ട്. ഒരു മന്ത്ലി പെർഫോമൻസ് ആയിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ടും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോ അങ്ങനെ കിട്ടുമ്പോൾ എന്റെ ഹസ്ബൻഡിനെ സഹായിക്കാനായാലും മക്കളെ ഇതാക്കാനായിട്ട് മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടാവും അല്ലെ. അപ്പൊ എല്ലാത്തിനും നമ്മൾ ഹസ്ബൻഡിന്റെ കാര്യം വരുമാനം നോക്കിയിരിക്കേണ്ടി വരുന്നില്ല. അപ്പൊ നമുക്കും അതിനായിട്ട് സഹായിക്കാനായിട്ടും നമ്മളെ കയ്യിൽ ഇങ്ങനെ പൈസ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ നമുക്കിപ്പോ ഒരു വീട്ടിലിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ട് അതിനുശേഷം കിട്ടുന്ന ഒരു കുറച്ച് സമയം കൊണ്ട് എനിക്ക് ഇത്രയും വരുമാനം എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വലിയൊരു വരുമാനം എനിക്ക് ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് വളരെ ഉറച്ചൊരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിച്ച് കയറി നിൽക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു വരുമാനവും നല്ലൊരു ഭാവിയും ഇതിൽ നിന്ന് ഉണ്ടാവാനായിട്ട് കഴിയുമെന്ന് ഞാൻ ഉറപ്പ് തരാണ്. അപ്പോ നല്ല ഇതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ശ്രുതി മാം. താങ്ക് യു ഓൾ. വിത്ത് മീ ഷംല ഫ്രം fijicard.com.
താങ്ക് യു ഷംല മാഡം. മാഡം വളരെ ഭംഗിയായി തന്നെ ഇവിടെ നമ്മുടെ കമ്പനിയുടെ മാസ്റ്റർ പ്ലാൻ ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള വാക്കുകൾ മനസ്സിലാകാത്തതുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന വരുമാന മാർഗത്തെ കുറിച്ച് പറഞ്ഞത് ക്ലിയർ ആകാത്തത് ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ആരാണോ അവരോട് തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ കമ്പനിയുടെ പ്ലാൻ പ്രസന്റേഷനും ഇൻകം പ്ലാനുകളെ കുറിച്ചിട്ടൊക്കെ കേട്ടു അല്ലെ. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനിയുടെ ലീഗാലിറ്റി ആണ്. അപ്പോൾ ഏതൊരു കമ്പനിക്കും ഒരു ലീഗൽ സൈഡ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ലീഗാലിറ്റിയും ഒപ്പം ഒരു ഷോർട്ട് ടൈം എക്സ്പീരിയൻസും നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം ഒരു ഗ്രേറ്റ് ലീഡർ അവൈലബിൾ ആണ്. പേര് ഷംസാദ് എന്നാണ്. സാർ തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം സ്വദേശിയാണ്. ഒരു സാധാരണ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു. ഇന്ന് കമ്പനിയുടെ 6th റാങ്കായ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു സാധാരണക്കാരിൽ നിന്ന് ഒരു ബിസിനസ് മാനിലേക്ക് വളർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിജിക്കാട്ട് എന്ന ഈ ഒരു കൺസെപ്റ്റിന്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു തരാൻ ഏറ്റവും അർഹതയുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഗ്രേറ്റ് ലീഡർ ആണ്, മോട്ടിവേറ്റർ ആണ്, മെന്റർ ആണ്, ടീം ക്യാപ്റ്റൻ എന്ന ഞങ്ങളുടെ ടീമിന്റെ നെടും തൂണാണ്. ടീമിനെയും ടീമിലുള്ള ഓരോ മെമ്പേഴ്സിനെയും ചേർത്ത് നിർത്തുന്ന ഒരു ഗ്രേറ്റ് ലീഡർ ആണ്. അപ്പൊ വളരെ സ്നേഹത്തോടെ വളരെ അഭിമാനത്തോടെ ഞങ്ങളുടെയൊക്കെ ഗ്രേറ്റ് ലീഡറിനെ ടീമിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം ഷംസാദ് സർ, വെൽക്കം ടു ദി സ്ക്രീൻ. താങ്ക് യു മാഡം. ഞാൻ ഓഡിബിൾ അല്ലേ മാം? ഓക്കെ സർ. ഓക്കെ, മാഡം വളരെ ഭംഗിയായിട്ട് തന്നെ പരിചയപ്പെടുത്തി. മാഡം പറഞ്ഞതുപോലെ തന്നെ പേര് ഷംസാദ് എന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലം സ്വദേശിയാണ്. നിലവിൽ കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. കുറെ കാര്യങ്ങളൊന്നും പറയണില്ല, കാരണം നമുക്ക് അറിയാലോ ഇന്ന് നോമ്പാണ്. ഇനി ഒരുപാട് കാര്യങ്ങളിലേക്ക് വിശ്വാസികൾക്ക് കടക്കാനുണ്ട്. അതുപോലെ തന്നെ ഷംല മാഡം വളരെ ഭംഗിയായിട്ട് തന്നെ അല്ലെ, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കമ്പനിയുടെ ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നേട്ടം എന്നുള്ളതൊക്കെ വളരെ കുറഞ്ഞ സമയം, ഒരു മാക്സിമം ഒരു 12 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുക. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഷംല മാഡം പറഞ്ഞ ആ ഒരു 30,000 രൂപ, ഒരു ദിവസം 30,000 രൂപ, 50,000 നമ്മളെ 50 ലക്ഷവും 1 കോടി രൂപയുടെ വില്ലാ ഫണ്ടൊക്കെ കമ്പനി തരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം ആളുകൾ അത് ഉൾക്കൊണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, പറയുന്ന ആള് നിസാരക്കാരനല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഡോക്ടർ ബോബി ചെമ്മന്നൂരിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ശ്രദ്ധയോടുകൂടി കുറച്ച് സമയം കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലും ചിലപ്പോൾ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. മാഡം പറഞ്ഞതുപോലെ ഞാൻ നിലവിൽ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 15 വർഷത്തോളം ഓട്ടോ ഓടിച്ച്, അതുപോലെ തന്നെ ഏതൊരു മലയാളികളെ പോലെ തന്നെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. പല പല മേഖലകളിലും മാറി മാറി ചെയ്തിട്ടുണ്ട്. കുറച്ചുനാൾ പ്രവാസിയായി നിന്നിട്ടുണ്ട്. അതുപോലെ സിനിമാ മേഖലയിലും, അതുപോലെ ഹോട്ടൽ ബിസിനസ്സിലേക്കും, അതുപോലെ പോലീസിന്റെ ഫിസിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ കഷ്ടകാലം എന്ന് പറയാ, അതൊന്നും നമുക്ക് ശരിയായില്ല. ഫിസിക്കല് കഴിഞ്ഞത് ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് മേഖലകളിൽ നിൽക്കുമ്പോഴും നമ്മളെ സ്വപ്നങ്ങൾ ചെറുതല്ലേ. കാരണം ചെറിയൊരു പ്രായത്തിൽ തന്നെ എന്താണ് പറയാ, ദാരിദ്ര്യത്തോടു കൂടി തന്നെ വളർന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ പോലും നമുക്ക് എന്താണ് മറ്റുള്ളവരെ പോലെ ബിസിനസ് ചെയ്യാനോ അതിനുള്ള ഫണ്ട് കൈകാര്യം ചെയ്യാനോ ഒന്നും നമ്മളെ കയ്യിലില്ലാത്തത് കൊണ്ട് തട്ടിക്കൂട്ടി ഒരു ഓട്ടോറിക്ഷ മേടിച്ചു. കുറച്ച് നാള് മറ്റൊരാളെ, ഇവിടുത്തെ ഒരു മെയിൻ ആളെ ഓട്ടോറിക്ഷ മേടിച്ച് ഓടിച്ച്, അതിനുശേഷം ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് മേടിച്ച് കുറെ നാൾ, ഒരു 10-15 വർഷത്തോളം ഓട്ടോറിക്ഷ ഓടിച്ച് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫിജിക്കാട്ട് എന്ന് പറയുന്ന അവസരത്തിലേക്ക് ഞാൻ വരുന്നത്. അത് എൻ്റെ സിസ്റ്റർ വഴിയാണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുന്നത്. ഷഹന എന്ന് പറയും, ഇന്ന് കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജറാണ്. അപ്പൊ ഷഹനാമയുടെ എന്നോട് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ ഏതൊരു മലയാളിയും പറയുന്നത് എന്തായിരിക്കും? താല്പര്യമില്ല എന്നാണല്ലേ. അതുപോലെ ഒരു ആളായിരുന്നു ഞാനും. ഷഹനാമയുടെ എന്നോട് പറഞ്ഞിടാ ഇങ്ങനെ ഒരു അവസരം ഉണ്ട്, നീ വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഷഹനാനോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറെ വിശ്വാസങ്ങളുണ്ട്. അതായത് നമ്മളൊരു കമ്പനിയിലേക്ക് കയറുമ്പോൾ നമ്മളെ കോണ്ടാക്റ്റും നമ്മളെ വിശ്വാസവും നമ്മളെ കുടുംബത്തിന്റെ
വിശ്വാസമൊക്കെ നമ്മളൊരു കമ്പനിക്ക് കൊടുക്കണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഷഹന മാഡത്തിനോട് പറഞ്ഞു ഞാനില്ല. കാരണം ഒരുപാട് ആളുകളെ പണം നഷ്ടപ്പെട്ടിട്ടുള്ള മേഖലയാണ്. അതുപോലെ മണി ചെയിൻ എന്താണ്, ഡയറക്ട് സെല്ലിംഗ് എന്താണ്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണ്, ബൈനറി, സൺഫ്ലവർ ഒക്കെ കുഞ്ഞനാളിലെ അറിയുന്നത് കൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഞാനൊരു +2 പഠിക്കുന്ന സമയത്ത് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ആ മേഖലയുമായിട്ട് വലിയ രീതിയിലൊരു അറിവുള്ളത് കൊണ്ട് ഞാൻ ഷഹന മാഡത്തിനോട് പറഞ്ഞ് ഞാനില്ല, നീ ചെയ്തോ. പിന്നെ എന്തായാലും ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റ് നിസാരക്കാരനല്ല, ബോബി ചെമ്മന്നൂരാണ്. കാരണം ആള് അദ്ദേഹത്തിന്റെ ഉള്ള ബിസിനസ് നശിപ്പിച്ചെടുക്കാനായിട്ട് പുതിയൊരു പ്രോജക്റ്റ് ആയിട്ട് വരൂല എന്നുള്ളത് കണ്ട സമയത്ത് ഞാൻ ഷഹന മാഡത്തിനോട് പറഞ്ഞ് ഷഹന മാഡം അപ്പൊ എന്നോട് ഈ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞ് അത് അവസാനിപ്പിച്ച് ഷഹന മാഡത്തിന്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോണ്. ഞാൻ എന്റെ ഓട്ടർഷുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഷഹന മാഡം ഒരു സെയിൽസ് മാനേജർ റാങ്കിലേക്ക് മാറുന്ന സമയത്ത് ഷഹന മാഡത്തിന്റെ ഒരു ഇൻകം പോസ്റ്റർ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരു 26,000 സംതിങ് രൂപയുടെ ഒരു ഇൻകം പോസ്റ്റർ, 1 മന്ത് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ഞാന് രാത്രിയും പകലും വണ്ടി ഓടിച്ചിട്ട് പോലും കിട്ടാത്തൊരു വരുമാനം, സാധാരണ ഒരു വീട്ടമ്മ അവരെ വീട്ടിലിരുന്നു കൊണ്ട് അവരെ മക്കളെ നോക്കിക്കൊണ്ട് അവരുടെ റൂം സ്പേസ് ഇരുന്നു കൊണ്ട് ഒരു നെറ്റും ഒരു ഫോണും വെച്ചുകൊണ്ടാണ് ഈ ഒരു വരുമാനം മേടിക്കുന്നത്. അത് ശരിക്കും ഒരു അത്ഭുതമാണ്. പിന്നെ എടുത്ത് പറയത്തക്ക കഴിവുകളൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചറിയാലോ 3 പെൺകുട്ടികളാണ് ആ ഒരു വീട്ടമ്മക്കുള്ളത്. അപ്പൊ ഞാൻ ശരിക്കും എന്റെ ഉള്ളിലേക്ക് ശരിക്കും അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ അത് നോക്കി കണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഷഹന മാഡത്തിന് അങ്ങോട്ട് തിരിച്ചു മെസ്സേജ് അയച്ച് ഇതെന്താണ് സംഭവം, നമുക്കൊന്ന് ഇരിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് വെറുതെ അങ്ങോട്ട് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല. കാരണം നമുക്ക് കുറെ വിശ്വാസങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആ വിശ്വാസങ്ങളും എന്റെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി തന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ഷഹന മാഡത്തിനായിട്ട് ഞാൻ സംസാരിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ ഇനിയിപ്പോ ഇതില് ഒരു സുഹൃത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ബന്ധുവിന്റെ ഒക്കെ ക്ഷണപ്രകാരം വന്നിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങൾ അല്ലെ. അപ്പൊ നിങ്ങൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. കുറെ ഒന്നും ഞാൻ പറയണില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഹസ്ബൻഡുമാരോടൊക്കെ പറയുന്ന സമയത്ത് ഹസ്ബൻഡുമാരും ഇത് തടയാനൊക്കെ സാധ്യത ഉണ്ടല്ല. കാരണം ഞാനൊരു ഹസ്ബൻഡാണ്. എൻ്റെ വൈഫ് ഇതിന് ഷഹന മാഡം ജോയിൻ ചെയ്ത സമയത്ത് പറഞ്ഞ സമയത്തൊക്കെ ഞാനിത് വേണ്ടാന്ന് പറഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് കുറച്ച് വിശ്വാസങ്ങളുണ്ട്. ആദ്യത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഒരു കമ്പനിയിൽ കയറുമ്പോ നമ്മളെ ആ കമ്പനിയിൽ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും, നമ്മളെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചാരി വെക്കാൻ പറ്റുന്ന ഒരുറപ്പ് അഭിത്തിക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയണേ, അപ്പൊ നിങ്ങൾക്കും ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാവാം. ഇത് പഴയ കമ്പനികളായിരിക്കാം, പഴയ പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവന്നതെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചിലപ്പോ തോന്നാം. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കാം, നിങ്ങൾക്ക് നിങ്ങളെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നിങ്ങൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്ത് എന്റെ മാമാടെ മോൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാം, കാട്ട് എന്ന് പറയുന്ന ഈ ഒരു അവസരത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ഇതിന് ടീം മാനേജ്മെന്റ്, നമ്മൾ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചാരി വെക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് ഭിത്തിക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അറിയാൻ പറ്റൂലേ ബോച്ച ആരാണെന്നും ഒക്കെ അറിയുന്ന ആളാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചറിയാം. അപ്പൊ ഡോക്ടർ ബോബി ചെമ്മന്നൂർ എന്ന് പറഞ്ഞ അപ്പൊ ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള, സ്റ്റെബിലിറ്റി ഉള്ള, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ബിസിനസ്മാൻ ആദ്യമായിട്ടായിരിക്കും ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് കടക്കുന്നത്. അപ്പൊ ബോബി ചെമ്മന്നൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ടെങ്കിലും ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് പറയാം. കാരണം ഒരു വീഡിയോ കുറെ നാൾ മുമ്പൊക്കെ വൈറലായിരുന്നു അല്ലെ. അതായത് ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങളും പല രീതിയിലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ആർക്കെങ്കിലും 1 രൂപ കൊടുക്കാനുണ്ടെന്ന് തെളിയിച്ചാൽ, രേഖാമൂലം തെളിയിച്ചു കഴിഞ്ഞാൽ 160 വർഷത്തോളം ബിസിനസ് പാരമ്പര്യമുള്ള 2500 കോടി രൂപയുടെ ആനുവൽ ടേൺ ഓവർ ഉള്ള കഴിഞ്ഞ 4 തലമുറയായിട്ട് ഇന്ത്യയിൽ ബിസിനസ് ചെയ്തു കൊണ്ടുവരുന്ന ശ്രീ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന് ഒറ്റ ചെക്കിൽ എഴുതി തരാൻ മാത്രം വെല്ലുവിളിക്കാൻ കഴിവുള്ള ഒരേ ഒരു ബിസിനസ്സുകാരനെ കേരളത്തിലുള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ ബോബി ചെമ്മന്നൂർ. അപ്പൊ എന്നെ സംബന്ധിച്ച് ആ ഒരു ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് ആണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരാനുണ്ടായ മെയിൻ കാരണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് കമ്പനികളുണ്ട്. അത് ആരാണ് ചെയ്യണത്? അവർക്ക് ബിസിനസ് ചെയ്ത് പാരമ്പര്യം ഉണ്ടാ.
ബിസിനസ് ചെയ്ത് തഴക്കവും പഴക്കവും ഉണ്ടാ എന്നൊക്കെ ഉള്ള ചിന്തകൾ വരുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ബോബി ചെമ്മന്നൂര് അദ്ദേഹത്തിന് ഇവിടുന്ന് സോപ്പ് വിട്ടിട്ടോ പേസ്റ്റ് വിട്ടിട്ടോ വേണ്ടല്ലേ ജീവിക്കാൻ. കാരണം ആൾ ഓൾറെഡി കോടീശ്വരനാണ്. അപ്പൊ ആളോട് ഡയറക്ട് സെല്ലിങ്ങിലേക്ക് എന്തുകൊണ്ട് കടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ച് എനിക്ക് കോടീശ്വരനാവാനായിട്ട് ഒരുപാട് ബിസിനസ്സുകൾ വേറെതുണ്ട്. പക്ഷെ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് ഞാൻ കടക്കുന്നതെന്ന് പറയുന്നത് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് കടക്കുന്നതെന്നാണ് അന്ന് ബോബി ചെമ്മന്നൂർ കൊടുത്ത മറുപടി എന്ന് പറയുന്നത്. അപ്പൊ ടീം മാനേജ്മെന്റിൽ ഒരു വിശ്വാസം എനിക്ക് വന്നു എന്നുള്ളതാണ്. പിന്നെ വന്നിട്ടുള്ള പ്രോഡക്ട്സുകളില് നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം അല്ലെ. അപ്പൊ പ്രോഡക്ട്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് കമ്പനിയുടെ ഓൺ പ്രോഡക്ട്സും, മറ്റൊന്ന് ഇന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കിട്ടുന്ന ഏതൊരു സാധാരണക്കാരുടെയും ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉതകുന്ന എല്ലാ പ്രോഡക്ട്സും എന്താണ് ഫിജിക്കാർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്നിപ്പോ നിങ്ങൾ ക്ഷണിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ സ്റ്റാറ്റസ് ഒക്കെ കാണാം. ടോയ്ലറ്റ് ക്ലീനർ ആയിട്ടും ഹാൻഡ് വാഷ് ആയിട്ടും ഡിറ്റർജന്റ് ഷാമ്പു ആയിട്ടും അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അത് മാത്രമല്ല, പ്രോഡക്ട്സുകളിൽ ഒരു വിശ്വാസം വരുമ്പോൾ നമുക്ക് കേരള സർക്കാരിന്റെ മിൽമ എന്ന് പറയുന്ന സംരംഭം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ ആദ്യമായിട്ടാണ് മിൽമ, കേരള സർക്കാരിന്റെ മിൽമ എന്ന് പറയുന്ന ഒരു സംരംഭം ആദ്യമായിട്ടാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒപ്പിടുന്നത് തന്നെ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സർക്കാരിന് ഈ ഒരു പ്രോജക്റ്റ് എത്രത്തോളം വിശ്വസ്തത ഉണ്ടെന്നുള്ളത്. അപ്പൊ ആ പ്രോഡക്ട്സുകളിൽ ഒരു വിശ്വാസം എനിക്ക് കിട്ടി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഒരു കമ്പനിയെ കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞ ബോബി ചെമ്മന്നൂരിന്റെ ആണെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും ഈ ഒരു ബിസിനസ് ആത്മാർത്ഥമായിട്ട് ചെയ്യണത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെ സുഹൃത്ത് നിങ്ങളോട് ക്ഷണിക്കുമ്പോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ബോബി ചെമ്മന്നൂരിന്റെ പ്രോഡക്ട്സ് ആണെന്ന് പറഞ്ഞത് കൊണ്ടും അല്ലെങ്കിൽ ബോബി ചെമ്മന്നൂരിന്റെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ്, കമ്പനിയെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ട് അല്ലെ. ഇനി ഈ കമ്പനിക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇവരെ മറ്റേതെങ്കിലുമൊക്കെ സംരംഭത്തിൽ പോവല്ലേ, നിധിയായിട്ടും അലങ്കരായിട്ടും ഗോൾഡായിട്ടും ഓരോ 20 കിലോമീറ്ററിനിടയിലും ഓരോ സംരംഭം ഉണ്ടാവും എന്നുള്ളതാണ് ചെമ്മന്നൂർ ഗ്രൂപ്പിന്റെ. അപ്പൊ നമ്മൾക്ക് എന്താണ്, അതൊരു വിശ്വാസം അല്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും തരാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു കല്ലെങ്കിലും എറിയാൻ നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ബിസിനസ് സംരംഭങ്ങളുള്ള വലിയൊരു ബിസിനസ് ശൃംഖല അല്ലെ ഉള്ള ഒരു വ്യക്തിയാണ് ബോബി ചെമ്മന്നൂർ. അപ്പൊ ഈ ഒരു വിശ്വാസങ്ങളാണ് എന്നെ ഈ ഒരു ഫിജിക്കാർട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ചുറ്റും ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഉണ്ടാവും. കൂണ് പോലെ മുളച്ചു പൊന്തുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഇതുപോലെ ഒരു കമ്പനിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു കമ്പനി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിജിക്കാർട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്, ഇന്നിപ്പോ നോമ്പാണ്, നമ്മള് എന്താണ് പറയാ, സത്യവിശ്വാസികൾക്കൊക്കെ ഉള്ള അനുഗ്രഹമാണല്ലേ നോമ്പ് എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിൽ നിന്ന് വരുമാനം മേടിക്കുന്ന ഹലാലായ മുതല് നമ്മളെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ വാക്കുകൾ വിശ്വസിക്കുക, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പ്രാക്ടീസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഒരു വിശ്വാസങ്ങൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ബോബി ചെമ്മന്നൂരിനെ ഈ ഒരു ക്ലാസ്സിലും ഇപ്പുറത്ത് നിങ്ങൾ ഈ പറയുന്ന ഒരുപാട് കമ്പനികളും പൊട്ടിപ്പോയ കമ്പനികളും ഇപ്പോൾ ഉള്ള കമ്പനികളും ഒക്കെ വെച്ച് തൂക്കിയാൽ പോലും ബോബി ചെമ്മന്നൂർ ഇരിക്കുന്ന തട്ടെന്തരും താഴ്ന്നിരിക്കും എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ ഫിജിക്കാർട്ടിലേക്ക് വരാനുണ്ടായ ഏറ്റവും വലിയ കാരണം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിനേക്കാളും പ്രോഡക്ട്സ് കൂടുതലുള്ള കമ്പനികളുണ്ട് ഇല്ലേ, ഇതിനേക്കാളും പ്രോഡക്ട്സ് കൂടുതലുള്ള കമ്പനികളുണ്ട്, വരുമാനം കൂടുതൽ കിട്ടുന്ന കമ്പനികളുണ്ട്, പൈസ കുറവിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന കമ്പനികളുണ്ട്, തൊപ്പിയായിട്ടും ബനിയനായിട്ടും ടീഷർട്ടും പോലുള്ള കാര്യങ്ങളായിട്ട് അടക്കം ജോയിൻ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കമ്പനികൾ വേറെതുണ്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള, സ്റ്റെബിലിറ്റി ഉള്ള, ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇത്രയും വലിയൊരു കമ്പനിനെ ചൂണ്ടിക്കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയൂല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ പറ്റും. കാരണം ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധാരണക്കാര്, നമ്മളെ നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ടെങ്കിലും ബോബി ചെമ്മന്നൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ഒരുപാട് സാധാരണക്കാരെ കോടീശ്വരന്മാരാക്കിയിട്ടുള്ള ഒരു മുതലാളിയാണ് ശ്രീ ബോബി ചെമ്മന്നൂർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം.
അപ്പൊ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഒരു പ്രോജക്റ്റ് ആണ്. എന്നാലോ നമ്മൾക്ക് ഇതിലേക്ക് വരാനായിട്ട് ഇനിയിപ്പോ നമുക്ക് കമ്പനിയിൽ ഒരു വിശ്വാസമൊക്കെ വന്നില്ലേ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാം. കാരണം ഞാൻ ഇതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് നമ്മളെ സ്വപ്നങ്ങള്, നമ്മളെ ആഗ്രഹങ്ങള്, ജീവിതത്തിൽ രക്ഷപ്പെടണം മതിയായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയൊരു അവസരം ആയതുകൊണ്ടാണ് നിങ്ങളോട് ഇത് വളരെ വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇനി നമ്മളെ സംബന്ധിച്ച് ഇനി ഇതിലേക്ക് എങ്ങനെ വരാം എന്നുള്ളതാണ് അല്ലെ. നമ്മളൊന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായ, നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടില് എന്തൊക്കെ ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. എന്റെ കൂട്ടുകാരനും ഞാനും കൂടിയിട്ട് ഞാൻ ഫിജിക്കാർട്ടിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്താണ് എന്റെ ഒരു കൂട്ടുകാരൻ ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവൻ ആ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇന്ന് 3 വർഷം പിന്നിടുമ്പോൾ അവൻ ആ സൂപ്പർ മാർക്കറ്റ് കൂട്ടി കടബാധ്യതകളിലായി അവൻ ഗൾഫിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഈ ഒരു അവസരത്തിലൂടെ ഞാൻ ഏറ്റെടുത്ത് ഇന്ന് കമ്പനിയുടെ 6ാമത്തെ റാങ്കിൽ നിൽക്കുമ്പോ ഒരു ഐഡിയയിലൂടെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലക്ഷങ്ങൾ എന്നൊക്കെ പറയാം ആ ഒരു രീതിയിലേക്ക് എനിക്ക് വാങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ 50,000 രൂപ റൈഡർ ഫണ്ട് വെയിറ്റിംഗിലാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നമ്മൾ ഇതിൽ നിന്ന് വാങ്ങിയാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ബിസിനസ് അവസരമാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാണ്ടിരിക്കാം. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് 1 കോടി രൂപയുടെ വില്ല ഫണ്ട് വരെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന വലിയൊരു അവസരം. നമ്മളൊന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായാൽ മതി. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഹെയർ ഓയിൽ, ഫിജിക്കാർട്ടിന്റെ ഓയിലാണ് ഞാൻ തേക്കുന്നത്. ഞാനത് ഉപയോഗിക്കുന്ന സമയത്ത്, തലയിൽ തേക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച കാര്യം, ഇതൊക്കെ മേടിച്ചപ്പല്ലേ എനിക്ക് ഈ ഒരു ബിസിനസ് അവസരം കിട്ടിയത്. ഈ ബിസിനസ്സിൽ കൂടെ അല്ലേ ഇന്ന് എനിക്ക് 50,000 രൂപ റൈഡർ ഫണ്ട് കിട്ടണത്, മന്ത്ലി പെർഫോമൻസ് ബോണസ് കിട്ടണത്. എന്താ അല്ലെ, അങ്ങനെ അത്ഭുതം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, സന്തോഷം. കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ 0 റിസ്കില് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം ആയതുകൊണ്ട് വളരെ അഭിമാനമാണ്, സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അല്ലെ, ഇപ്പൊ നമുക്കറിയാലേ ഇതിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാന്ന് മനസ്സിലായി. യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് കമ്പനിയിലുള്ള വിശ്വാസവും പ്രോഡക്ട്സിലുള്ള വിശ്വാസം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാല് അതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളെ ഷംല മാഡം പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. എന്നാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. കമ്പനിയുടെ ഒരു 3ാമത്തെ റാങ്ക്, കമ്പനിയുടെ ഒരു സെയിൽസ് മാനേജർ റാങ്കിലേക്ക് ഈ ഒരു ബിസിനസിനെ ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കമ്പനി ഒരു 3-4 മാസം, ഒരു 6 മാസം കൊണ്ടൊക്കെ എത്താൻ പറ്റുന്ന ഒരു റാങ്കാണ് കമ്പനിയുടെ സെയിൽസ് മാനേജർ. ഈ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ മാസം ഒരു 10,000-20,000 ഇടയിൽ ഒരു മാസ വരുമാനം, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഒരു സ്ഥിര വരുമാനം പോലെ നമ്മളെ പെർഫോമൻസിനനുസരിച്ച് ഒരു വരുമാനം നമുക്ക് കിട്ടുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചെറുതാണോ ഈ ഒരു വരുമാനം? നമ്മളെ സമൂഹത്തിൽ ഒരു 20,000 കിട്ടാന്ന് പറയുന്ന ചെറിയ കാര്യമാണോ? MA-യും MPhil-ഉം അതുപോലെ തന്നെ PG ഒക്കെ എടുത്ത ആളുകള് പ്രൈവറ്റ് സ്കൂളുകളിൽ 8,000-ഉം 8,500 രൂപക്കൊക്കെ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ശ്രുതി മാഡത്തിനെ പോലുള്ള, ഷംല മാഡത്തിനെ പോലുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒതുങ്ങിക്കൂടിയ വീട്ടമ്മമാര് അവരെ വീട്ടിലിരുന്നു കൊണ്ട് അവരെ മക്കളെ നോക്കിക്കൊണ്ട് മാസം ഒരു 10,000-22,000 രൂപ വാങ്ങണമെന്ന് പറയുമ്പോ ചെറിയ കാര്യമാണോ? അതാണ് ഞാൻ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് പറ്റുന്ന ഒരു അവസരമാണ് ബോബി ചെമ്മന്നൂർ ഗ്രൂപ്പിന്റെ ഇ-കൊമേഴ്സ് പ്രോജക്റ്റ്. മന്ത്ലി പെർഫോമൻസ് ബോണസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കൊറോണ വന്നിട്ടൊക്കെ വീട്ടിലിരുന്ന സമയത്തൊക്കെ ഒരാള് നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടില്ല നമുക്ക് കാശുണ്ടാ, വീട്ടിൽ എന്തെങ്കിലും കഴിച്ചാ, ഒന്നും ആരും വിളിച്ച് ചോദിച്ചിട്ടില്ല അല്ലെ. ആ സമയത്തൊക്കെ ഫിജിക്കാർട്ടിന് ആവേശമായി ആത്മാർത്ഥമായി ഏറ്റെടുത്ത വീടുകളിലൊന്നും പട്ടിണില്ലാണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു അവസരം അവർക്ക് മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്ലസ് 2 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റ് തകർക്കണത് എവിടെയാണ്? ഓർക്കാപ്പുറത്ത് വരുന്ന രോഗമല്ലേ, അതിന് വരെയും ബോബി ചെമ്മന്നൂർ ഗ്രൂപ്പിന്റെ ഈ ഒരു ഇ-കൊമേഴ്സ് പ്രോജക്റ്റ് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത വീടുകളിൽ ഇപ്പൊ ഒരാളെ മുന്നിലും കൈനീട്ടരുത്, അസുഖത്തിന്റെ പേരിൽ ഒരാളെ മുന്നിലും കൈനീട്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് ചെമ്മന്നൂർ ഗ്രൂപ്പ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചെറിയ കാര്യമാണോ ഇതൊക്കെ? ജനറേഷൻ ബോണസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ വഴി ബിസിനസ്സിലേക്ക് വന്ന നമ്മുടെ കൂട്ടുകാരും അവർ വഴി ബിസിനസ്സിലേക്ക് വരുന്ന അവരുടെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ഇവിടുന്ന് പഞ്ചസാരയും ഉപ്പും ടോയ്ലറ്റ് ക്ലീനറും മൾട്ടി ക്ലീനറും മൊബൈൽ ഫോണും ഒക്കെ വാങ്ങുന്ന സമയത്ത് അത് ഭാവിയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ആമസോണും ഫ്ലിപ്കാർട്ടിലെ 90 കാലഘട്ടത്തിലാണ് ആമസോൺ വരുന്നത്. 99 പബ്ലിക് ആക്കുമ്പോഴാണ് ആമസോണിൽ ഇത്രയും ലക്ഷക്കണക്കിന് പ്രോഡക്ട്സുകൾ വരുന്നത്. നമ്മളെ കമ്പനി IPOയുടെ പ്രോസസ്സിംഗിൽ ഇരിക്കുന്നത്. ഇത്രയും വലിയൊരു ടീം മാനേജ്മെന്റ് നടത്തുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ പ്രോഡക്ട്സുകൾ വരുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരാൾ ഒരു സാധനം മേടിക്കുമ്പോൾ 1 രൂപ വെച്ച് കിട്ടിയാലും നമുക്ക് കിട്ടാൻ പോണ നേട്ടം നമ്മളെ
ൾക്ക് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന നേട്ടത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പൊ ഫിജി കാർഡ് എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വലിയൊരു അവസരമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 6ാമത്തെ റാങ്കാ. ഈ റാങ്കിൽ എനിക്ക് 50,000 രൂപ റൈഡർ ഫണ്ട് ഉണ്ട്. 10ാമത്തെ റാങ്കിൽ 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട്, 12ാമത്തെ റാങ്കിൽ 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ട്, 13ാമത്തെ റാങ്കിൽ 1 കോടി രൂപയുടെ വില്ല ഫണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിവിടെ ആകെ എന്തിറക്കണ്? നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിച്ചപ്പോ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അവസരത്തിൽ കൂടെയാണ് നമുക്ക് ഈ വരുമാനങ്ങളൊക്കെ കിട്ടുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കർണാടകയിലോ കാശ്മീരിലോ ഒന്നും നടക്കുന്ന കാര്യങ്ങളല്ലാട്ടാ. നമ്മളെ കൊച്ചു കേരളത്തില് ഇതിലൂടെ വരുമാനം മേടിക്കുന്നത്. ഇപ്പൊ എന്റെ ജില്ലയിൽ തന്നെ, തൃശ്ശൂർ ജില്ലയിൽ തന്നെ 1 കോടി രൂപയുടെ വില്ല ഫണ്ട് മേടിച്ച 2 പേരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, തീർച്ചയായിട്ടും ഓരോ ജില്ലയിലും ഓരോ പഞ്ചായത്തിലും ഇതിലൂടെ വരുമാനം മേടിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. കാരണം ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ പറയുന്നതൊന്നല്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് സൂം ഓപ്പൺ ആക്കി എന്തൊക്കെയോ പറയുന്നു എന്നുള്ള ചിന്ത ഒന്നും നിങ്ങൾക്ക് പാടില്ല. കാരണം ഇന്ന് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരാളെയും പറ്റിക്കാൻ പറ്റൂല. ആ ഒരു ലോകത്തിന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഷംല മാഡത്തിന്റെ വീടിനുള്ളിലിരുന്ന് സ്ക്രീൻ ഷെയർ ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ഫോണിലുള്ള എന്തൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടോ ആ ലോകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ബാങ്കിന്റെ പാസ്ബുക്ക് നമ്മൾ അലമാരക്കുള്ളിലല്ല ഇരിക്കുന്നത്, നമ്മളെ ഫോണിനകത്താണ്. അപ്പൊ ഇന്ന് നമുക്ക് ഒരാളെയും പറ്റിക്കാനൊന്നും പറ്റൂല. ഇന്ന് ഈ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫിജി കാർഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫയൽ അടക്കം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ആ ഒരു ലോകത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഫിജി കാർഡ് എന്ന് പറയുന്നത് ഇതൊരു അവസരമാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏറ്റെടുക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളോട് ഞാൻ ഇത് തുടങ്ങാനൊന്നും ഞാൻ പറയണില്ല. കാരണം ഇവിടെ സ്ഥിരമായിട്ട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ നിങ്ങൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി മറ്റൊരാളെ ഇവിടെ ഇരുത്തിക്കൊണ്ട് അവരെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, 1 രൂപയുടെ നഷ്ടമില്ലാത്ത ഒരു ബിസിനസ് അവസരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു 100 സെയിൽസ് വോളിയത്തിന്റെ 100 സെയിൽസ് വോളിയത്തിന്റെ സാധനങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. കാരണം ഈ ബിസിനസ് അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ 100 സെയിൽസ് വോളിയത്തിന് തന്നെ കയറിയത്. ആ സമയത്ത് എന്നോട് ഞാൻ നോക്കുമ്പോ മനസ്സിലാക്കുക. കാരണം കേരള ഗവൺമെന്റിന്റെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലും കൺസ്യൂമർ അഫയേഴ്സ് ലിസ്റ്റിലും രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന കമ്പനി ആയതുകൊണ്ട് പ്രോഡക്ട്സ് ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആയതുകൊണ്ടും നമുക്ക് എന്താണ് നല്ല രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നതിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അവസരമാണെന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങളൊന്ന് ഈ ഒരു ബിസിനസ്സിനെ നിങ്ങൾ ശരിയായിട്ട് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വളരാനായിട്ട് പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളെ മുന്നിൽ വരുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ എഴുതാം. അതിനുശേഷം ഷംല മാഡം നമ്മൾക്ക് മുന്നിൽ ഷെയർ ചെയ്ത ഫിജി കാർഡിന്റെ പ്ലാനും നിങ്ങൾ എടുത്തു വെക്കാം. ഇതിനേക്കാൾ സാധ്യതയുള്ള ഒരു അവസരം നിങ്ങളെ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിജി കാർഡിനെ സ്വീകരിക്കേണ്ടെന്ന് ഞാൻ പറയും. കാരണം ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഞാൻ പറയുന്നത് ഫിജി കാർഡ് പോലൊരു അവസരം എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് കിട്ടാനില്ല. കാരണം വേറെ ഒന്നല്ല, നമ്മളെ സംബന്ധിച്ച് എല്ലാ മാസവും സാധനങ്ങൾ മേടിക്കണ്ട, അത് കൊണ്ടുപോയിട്ട് വിൽക്കണ്ട, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കുക, അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുക. നമ്മൾക്ക് എന്താണ്, നമ്മൾക്ക് ഇവിടെ ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ അല്ലെ. ഇപ്പൊ നമുക്ക് ചിലപ്പോ തോന്നും ഇവിടെ ഷംല മാഡം നല്ല ഭംഗിയായിട്ട് സംസാരിക്കണ്, ശ്രുതി മാഡം സംസാരിച്ച് ഞാനും നല്ല ഭംഗിയായിട്ട് സംസാരിക്കണ്, അപ്പൊ എനിക്കിതുപോലെ ഒന്നും സംസാരിക്കാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാനൊരു സാധാരണ കൂലിപ്പണിക്കാരനല്ലേ, എനിക്ക് ഇതുപോലെ ഒന്നും സംസാരിക്കാൻ അറിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിന്ത ഉണ്ടാവില്ലേ. പക്ഷെ അതിനൊന്നും നമ്മൾ പേടിക്കണ്ട. കാരണം മറ്റെവിടെയും കാണാത്ത ഒരു ഡിജിറ്റൽ അക്കാദമി സിസ്റ്റം ഇവിടെ ഉണ്ടെന്നുള്ളതിന്, ഒരു ടീം സപ്പോർട്ടിംഗ് സിസ്റ്റം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്റെ ടീമിൽ നിന്ന് ആളുകളും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോ, അതായത് നിങ്ങൾ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച സുഹൃത്ത് ആരാണെന്നോ നിങ്ങൾ ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല, എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ച സുഹൃത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നാളെ നിങ്ങൾ ആരെ ചൂണ്ടിക്കാണിച്ചു തന്നാലും നിങ്ങളെ സുഹൃത്തും അവര് സപ്പോർട്ട് ചെയ്യുന്ന അവർ അപ്ലൈൻ ലീഡർമാരും നിങ്ങളോടൊപ്പം കട്ടക്ക് നിന്നുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിൽ ഉയർത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും ഒറ്റക്കല്ല ചെയ്യണത്. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ് ചെയ്യാനും പേടിക്കണ്ട, ഈ ബിസിനസ് നമുക്ക് പണം ഇറക്കണ്ട, യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെയാണല്ല ഇവിടെ വന്നിട്ടുള്ള 10ാം ക്ലാസ് ഇല്ലാത്ത ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, പഞ്ചർ പണിക്കാരുണ്ടായിരുന്നു, സാധാരണ തൊഴിലുറപ്പിന് പോകുന്ന ആളുകളും കൂലിപ്പണിക്കാരുണ്ടായിരുന്നു,
സാധാരണ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലൂടെ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ 90% സാധാരണക്കാരാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. അല്ലാതെ ഞാനിവിടെ പറയുന്നത് വലിയ വലിയ ആൾക്കാരല്ല. സ്വന്തമായിട്ട് കെട്ടുറപ്പില്ലാത്ത വീടില്ല എന്ന് പറഞ്ഞിട്ട്, അടച്ചുറപ്പില്ലാത്ത വീടില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം സ്നേഹിച്ച പെണ്ണടക്കം തേച്ചിട്ട് പോയ ആളുകളാണ് ഇന്ന് കമ്പനിയിൽ നിന്ന് 1 കോടി രൂപയുടെ വില്ല ഫണ്ട് മേടിച്ചിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം. ഹോട്ടൽ പണിക്കാരന്റെ മക്കള്, അതായത് സ്വപ്നം കാണാൻ അർഹതയില്ലാത്ത ആളുകളെ നിവർന്ന് നിന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് ഫിജിക്കാട്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അല്ലാണ്ട് ഫിജിക്കാട്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നല്ല. ഇപ്പൊ നിങ്ങളെ ഈ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി നിങ്ങൾക്ക് പ്രോഡക്ട്സ് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പറയും ഫിജിക്കാർട്ടിനേക്കാളും കുറവായിട്ട് പ്രോഡക്ട്സുകൾ ആമസോണിൽ ഉണ്ടല്ല, ഫ്ലിപ്കാർട്ടിൽ ഉണ്ടല്ല, അതുപോലെ തന്നെ ലുലുലും മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ ഉണ്ടല്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, എന്റെ വീട് ലുലു മാളിന് അടുത്താണ്. എനിക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പ്രോഡക്ട്സുകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ലുലു മാളിൽ നിന്ന് മേടിക്കാം. പക്ഷെ ലുലു മാളിൽ പോയി കഴിഞ്ഞാലും ആമസോണിൽ പോയി കഴിഞ്ഞാലും ഫ്ലിപ്കാർട്ടിൽ പോയി കഴിഞ്ഞാലും എനിക്ക് അവിടെ നിന്ന് അവസരങ്ങൾ കിട്ടണില്ല എന്നുള്ളതാണ് ഞാൻ ഫിജിക്കാർട്ടിലേക്ക് വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 7 വർഷം കൊണ്ട് 178 കോടി രൂപക്ക് മുകളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വരുമാനം എത്തിച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ പേരാണ് ഫിജിക്കാർട്ട്. അവിടെയാണ് നിങ്ങൾ ഫിജിക്കാർട്ടിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അടുത്തത് ബോബി ചെമ്മൻ ഒരു പ്ലാൻ ചെയ്യുന്നത് 200 കോടി രൂപയാണ് ഒരു 5 വർഷത്തിനുള്ളില്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. സാധാരണക്കാരായിട്ടുള്ള ആളുകള് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വലിയൊരു ബിസിനസ് അവസരമാണ് നമ്മൾക്ക് മുന്നിലേക്ക് കാണുന്നത്. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2026 ഈ ഫെബ്രുവരി മാസത്തിലാണ് നമ്മൾ നിൽക്കണത് അല്ലെ. അതായത് എടുത്ത തീരുമാനങ്ങളൊക്കെ എന്താണ് പറയാ, ജനുവരിയിൽ നമ്മൾ കുറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ വെട്ടിത്തിരുത്തി വീണ്ടും പഴയതുപോലെ പോകുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം അല്ലെ. ആ ഒരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2020-ലും 2021-ലും 2022-ലും 2024-ലും ഒക്കെ നമ്മൾ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. സ്വപ്നങ്ങൾ കണ്ടിട്ട് നമ്മൾ എന്ത് നേടി? നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളെ മക്കളുടെ ആഗ്രഹങ്ങൾ ഇനി ഇപ്പോഴുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ, ഇനി വരാനായിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇരിക്കുന്നു. നമ്മളെ മക്കളെല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? നമ്മളെ മാതാപിതാക്കളെല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? നമ്മളെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ, ഇപ്പൊ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന ജോലിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, ആത്മാർത്ഥതയോടു കൂടി കുറച്ചും കൂടെ കൺസിസ്റ്റൻസി ആയിട്ട് പോവാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് കാരണം നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. അതല്ല, നിങ്ങൾക്ക് നിങ്ങളെ സ്വപ്നങ്ങൾ മാത്രമല്ല നിലവിലുള്ള കാര്യങ്ങൾ പോലും നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾക്കുള്ളതാണ്. കാരണം ഇതൊറ്റക്കല്ല. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെപ്പോലെ നമ്മൾക്ക് ഇവിടെ എന്താണ് ജോബ്, നമ്മൾക്ക് കമ്പനിയുടെ പ്രൊമോഷൻ വർക്ക്, നമുക്കൊരു പാർട്ട്ണർ സ്റ്റോർ എടുക്കുക, അതിന് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാം. നമ്മളെക്കാളും സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും, നമ്മളെക്കാളും കടബാധ്യത ഉള്ളവരുണ്ടാവും, നമ്മളെക്കാളും സ്വപ്നങ്ങളുള്ളവരുണ്ടാവും, നമ്മളെക്കാളും ജീവിതത്തിൽ രക്ഷപ്പെടണം ആഗ്രഹിക്കുന്ന ആളുകൾ പുറത്തുണ്ട്. അവർക്ക് ഈ ബിസിനസ് കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ച് അവരൊന്ന് ഉയർത്താൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാല് ഇന്ന് നമ്മൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. കാരണം ഫിജിക്കാർട്ടിലൂടെ വരുമാനം പേടിച്ച ആളുകള്, അതിൽ ലോട്ടറി വിൽക്കുന്ന അമ്മയുടെ മകനുണ്ട്, സാധാരണ കൂലിപ്പണിക്കാരുണ്ട്. 22-ാം വയസ്സിൽ ഫിജിക്കാർട്ടിൽ വരുമ്പോ ഏറ്റവും ദരിദ്രരായിട്ടുള്ള 10 വീടുകൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു വീട് സുജിത് PS എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീടായിരുന്നു. പക്ഷെ ഒരു 7 വർഷം പിന്നിടുമ്പോ ഇന്ന് ഏറ്റവും സമ്പന്നരായിട്ടുള്ള വീടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 10 വീട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ ചെറുപ്പക്കാരന്റെ വീട് അവിടെ ഉണ്ടെന്നുള്ളതാണ്. നമ്മളൊന്ന് മനസ്സിലാക്കാം. ഫിജിക്കാർട്ട് എന്ന് പറയുന്നത് ഒരു അവസരമാണ്, സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം. നമ്മൾ പല്ല് തേക്കുമ്പോഴും നമ്മൾ കുളിക്കുമ്പോഴും നമ്മളെ വീട്ടിലേക്ക് ചോറ് അരി മേടിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതൊറ്റക്കല്ല ചെയ്യേണ്ടത്, ധൈര്യമായിട്ട് നമ്മളോടൊപ്പം നിൽക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് വ്യക്തിനോട് ചോദിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഈ ബിസിനസ്, ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവരപ്ലൈൻ ലീഡർ ഉണ്ടാവും. നിങ്ങൾ ഒരുപാട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോ ഒരുപാട് സംശയങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്ത് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും പറ്റും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആരാണോ ഈ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ആ വ്യക്തിനോട് മാത്രം ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളെ സംബന്ധിച്ച് ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഫിജിക്കാർട്ട് ഏറ്റെടുത്താലും ഇല്ലെങ്കിലും ബോബി ചെമ്മന്നൂരിന് നമ്മളെ ആവശ്യമില്ല. ഉണ്ടാ ബോബി ചെമ്മന്നൂരിന് ഒരു ടോയ്ലറ്റ് ക്ലീനർ വിറ്റിട്ടോ പേസ്റ്റ് വിറ്റിട്ടോ വേണോ ബോബി ചെമ്മന്നൂരിന് ജീവിക്കാൻ?
വേണ്ടല്ലേ? കാരണം ആൾ ഓൾറെഡി കോടീശ്വരനാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും വഴി പോണ നാടോടിക്ക് ഗോൾഡ് കോയിൻ കൊടുക്കണത്, വീട് വെച്ച് കൊടുക്കണത് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അത്രയും സമ്പന്നരായിട്ടുള്ള ബിസിനസ് ചെയ്ത് തഴക്കവും പഴക്കവും ഉള്ള ക്രെഡിബിലിറ്റിയും സ്റ്റെബിലിറ്റിയും ഉള്ള ഒരു ടീം മാനേജ്മെന്റിന്റെ കീഴിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഫിജിക്കാർട്ടിന്റെ സോപ്പും പേസ്റ്റും പരിചയപ്പെടുത്താനോ മല്ലിയും മുളകും പരിചയപ്പെടുത്താനല്ല. ഇവിടെ വലിയൊരു അവസരമുണ്ട്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വളരാൻ പറ്റുന്ന അവസരം. ഇന്നെടുക്കുന്ന ഒരു തീരുമാനം, കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മളെ ജീവിതത്തിൽ വിധി നിർണ്ണയിക്കപ്പെടുന്നത്. ഒരു 3 വർഷം മുമ്പ് ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത് കൊണ്ടാണ് ഇന്ന് വലിയൊരു നേട്ടങ്ങൾ എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ കൂടെ നേടാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആരാണോ ഈ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ആ വ്യക്തിനോട് ചോദിച്ച് മനസ്സിലാക്കി നല്ലൊരു തീരുമാനം എടുക്കുക. ഇന്നത്തെ ദിവസവും വരാൻ പോകുന്ന ദിവസങ്ങളൊക്കെ ഐശ്വര്യപൂർണവും പൂർണ്ണവുമായിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ മാത്രം പ്രാർത്ഥിച്ച് അതിനുള്ള അനുഗ്രഹം സർവേശ്വരൻ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ശ്രുതി മാം. ഓക്കെ, താങ്ക് യു ഷംസ സർ. സാർ വളരെ ഭംഗിയായി തന്നെ ഇവിടെ നമ്മുടെ കമ്പനിയുടെ ലീഗാലിറ്റിയും ക്രെഡിബിലിറ്റിയും ഒപ്പം സാറിന്റെ ഒരു ഷോർട്ട് ടൈം എക്സ്പീരിയൻസും ഒക്കെ ഇവിടെ നമ്മളായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തി ഫിജിക്കാർട്ട് ഏറ്റെടുത്തതിന് ശേഷമുള്ള ഒരു മാറ്റാണ് അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ